പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യാഷിമോളുടെ അംഗനവാടിയിലെ സെലിബ്രേഷൻ്റെ ദിവസമായിരുന്നു. രാവിലെ യാഷിമോൾക്ക് മുല്ലപ്പൂ വെക്കാനായിട്ട് ഞാൻ എല്ലായിടും ഓടി നടന്ന് മുല്ലപ്പൂ തിരക്കി. പക്ഷേ എനിക്ക് എങ്ങൂന്നും മുല്ലപ്പൂ കിട്ടിയില്ല കേട്ടോ. പിന്നെ റോസാപ്പൂ ഒക്കെ വെച്ച് ഒരുക്കി അംഗനവാടി വിട്ട്. അവൾ മാത്രമേ ഉള്ളൂ അവിടെ പെൺകുട്ടിയായിട്ട്. ബാക്കി എല്ലാവരും ആൺകുഞ്ഞുങ്ങളാണ് കേട്ടോ. എല്ലാവരും ഇപ്പം അങ്ങ് സന്തോഷിച്ച് ഡാൻസ് കളിക്കുവാണ്. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മുടെ ഒരു മനസ്സിലെ സ്ട്രെസ്സും മറ്റ് ടെൻഷനുകളും ഒക്കെ ഒഴിവാക്കി അത്രയും നേരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ഓണത്തിൻ്റെ സമയമായതുകൊണ്ടായിരിക്കും വീടിനടുത്ത് ഉള്ള ഒരു കടയിൽ പോയപ്പോൾ അവിടുത്തെ മുല്ലപ്പൂ എല്ലാം അങ്ങ് തീർന്നത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഏവൂര് അവിടെ ഒന്ന് പോയി. കുറച്ചും കൂടെ ദൂരമുണ്ട് വീടിൻ്റെ അവിടെ പോയി ചോദിച്ചപ്പോഴും അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എങ്ങും മുല്ലപ്പൂ ഇല്ല. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞ് ബാക്കി ചെന്നാൽ കിട്ടും മോളെന്ന്. അവിടുന്ന് ഞാൻ അവിടെയും പോയി. അവിടെ ഒരു 3-4 കടയുണ്ടായിരുന്നു. അവിടെ എല്ലാം തിരക്കിയിട്ടും അവിടെ ഒന്നും മുല്ലപ്പൂ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം പിള്ളേരും എല്ലാവരും മേടിച്ചുകൊണ്ട് എല്ലാവരും സെലിബ്രേഷൻ ഇല്ലയോ. അപ്പം തലേന്നേ മേടിച്ച് വെച്ചായിരുന്ന കുഞ്ഞിന് മുല്ലപ്പൂ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് വിടായിരുന്നു. പിന്നെ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ റോസാപ്പൂ ഒക്കെ വെച്ച് ചേച്ചി ഒരുക്കി തന്നു കുഞ്ഞിനെ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും മുല്ലപ്പൂ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിന് ചെറിയൊരു വിഷമം തോന്നി. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മയെ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയത്. പക്ഷെ രാവിലെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. എന്നാലും തലേന്നേ മേടിച്ച് വെച്ചായിരുന്ന കുഞ്ഞിനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് ഒരുക്കി വിടായിരുന്നു. എനിക്കും കൂടെ മുല്ലപ്പൂ വെച്ചോണ്ട് പോകണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഞങ്ങൾ റോസാപ്പൂ വെച്ചാൽ പിന്നെ പോയത്. അതുകൊണ്ട് തന്നെ അംഗൻവാടി എത്താനും ഞാൻ താമസിച്ചു. ഞങ്ങളാണ് ലാസ്റ്റ് ചെന്നത് കേട്ടോ. അതിനു മുമ്പ് തന്നെ അവരൊരു സെക്ഷൻ ഫോട്ടോ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിനെയും കൂടെ ചേർത്ത് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. എല്ലാവരും വെറുതെ ചാടി നിന്നങ്ങ് ഡാൻസ് കളിക്കത്തേ ഉള്ളൂ കേട്ടോ. ആരും ഡാൻസൊന്നും പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. പിന്നെ കൈ കോർത്ത് പിടിച്ച് അവർ സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കാണാൻ നല്ല രസമായിരുന്നേ. പിന്നെ മുട്ടായി പെറുക്കൽ മത്സരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും അതുപോലും അറിയത്തില്ല. കുറച്ച് കിട്ടിയ മുട്ടായിയൊക്കെ പെറുക്കി ടീച്ചറിൻ്റെ കൈ കൊണ്ട് കൊടുത്ത്. കസേരകളിയും അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളോടൊക്കെ പാട്ടൊക്കെ പാടാൻ ആർക്കെങ്കിലും അറിയാമെന്ന് വെച്ചപ്പോൾ ആർക്കും അറിയാമെന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതായി കാണുന്നതാണ് നമ്മുടെ അത്തപ്പൂക്കളം. മഴയായിരുന്നുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വീഡിയോ പിടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മുട്ടായി പെറുക്കൽ മത്സരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് സദ്യ കഴിക്കാനായിട്ട് ഇലയൊക്കെ ഇട്ട് കൊടുത്ത് ഓരോരോ കറികളായിട്ട് ടീച്ചർമാരും ഞങ്ങൾ രക്ഷകർത്താക്കളും എല്ലാവരും കൂടെ വിളമ്പി കൊടുക്കുകയാണ്. എല്ലാവർക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഉപ്പേരിയൊക്കെ ആദ്യമേ തന്നെ എല്ലാവരും എടുത്ത് കഴിക്കുന്നുണ്ട്. യാഷിക്കുട്ടിയൊന്നും അധികം എരിവ് കഴിക്കത്തില്ല. പക്ഷേ എന്തോ ഇവിടുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ സദ്യ കഴിക്കുവാണ്. എല്ലാം കുറേശ്ശെ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം എരിവൊന്നും ഇല്ലാതെ ഉണ്ടാക്കി നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പ്രഥമനൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നേ. കുറേയൊക്കെ അവർ കഴിച്ചു. ബാക്കി ഞങ്ങൾ അമ്മമാർ തന്നെ വായി വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് വെളിയിൽ വിശ്രമിക്കുവാണ്. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്ത്. അതായത് അത്തപ്പൂക്കളമൊന്നും പോയില്ല. അപ്പോൾ എല്ലാവരും അടങ്ങി ഇങ്ങനെ ഇരിക്കുക. സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അടങ്ങിയിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടെ പറയുന്നുണ്ട് മിഠായി കുറച്ചധികം വന്ന മിഠായി ഉണ്ടായിരുന്നു. മിഠായി പെറുക്കലിൻ്റെ അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു 3 ഉണ്ടായിരുന്നുള്ളൂ. 3 പേർക്കായിട്ട് കൊടുത്തു. പിന്നെ മിഠായി തിരക്കിയ ആൾ വന്ന്. പക്ഷേ മിഠായി ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും യാഷിക്കുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ അത്തപ്പൂക്കളത്തിൻ്റെ അടുക്ക വെച്ചെടുത്തേ. ഇത് അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവനും കൂടെ വന്ന് ഫോട്ടോ എടുത്തു. കുഞ്ഞിൻ്റെ കൂടെ യാഷിക്കുട്ടിയുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇടയ്ക്കിടെ അടിയിടുമെങ്കിലും ഇപ്പോൾ ഒരുമിച്ചിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചു കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു സെലിബ്രേഷൻ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക് യു. ബൈ ബൈ. സീ യു.